91ാമത് ശിവഗിരി സർവമത സമ്മേളനം ശിവഗിരിയിൽ നടന്നു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രണ്ടാം തവണയാണ് രാംനാഥ് കോവിന്ദ് ശിവഗിരിയിലെത്തുന്നത്. വലിയ ഒരുക്കങ്ങളോടെയാണ് 91ാമത് ശിവഗിരി സർവമത സമ്മേളനം നടത്തിയത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പിന്നാലെ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും മലയാളത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടാണ് രാംനാഥ് കോവിന്ദ് തുടങ്ങിയത്. പിന്നാലെ ശിവഗിരി മഠത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും സംസാരിച്ചു. ശിവഗിരി മഠം ഒത്തൊരുമയുടെ അടയാളമാണെന്ന് മുൻ രാഷ്ട്രപതി പറഞ്ഞു. ഒരു മതത്തിന് മുകളിൽ മറ്റൊരു മതമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. The Shivagiri Mutt, a symbol of unity and tolerance, it stands as a testament to the spirit of harmony that has been a cornerstone of our country's heritage. In celebrating centenary of all religions meet, we not only honor the past but also embrace the future with a commitment to fostering mutual understanding and respect among different religious communities. രണ്ടാം തവണയാണ് രാംനാഥ് കോവിന്ദ് ശിവഗിരിയിൽ എത്തുന്നത്. സ്വാമിമാരായ ശാരദാനന്ദ, ഋതംബരാനന്ദ, അസംഗാനന്ദഗിരി, അടൂർ പ്രകാശ് MP തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സർവമത സമ്മേളനം ശതാബ്ദി ആഘോഷത്തിന് പിന്നാലെ ഈ മാസം 30-ന് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.